95,000 രൂപയാണ് വെറും 4 മിനിറ്റ് കൊണ്ട് അക്കൗണ്ടിൽ നിന്ന് നഷ്ടമായത്. അതും ഒരു OTPയും ഷെയർ ചെയ്തിട്ടല്ല, ഒരു ലിങ്കിലും കയറി ക്ലിക്ക് ചെയ്തിട്ടല്ല, ഒരു ആപ്ലിക്കേഷനും ഇൻസ്റ്റാളും ചെയ്തിട്ടല്ല. ഫോൺ സ്വിച്ച് ഓഫ് ആയ ടൈമിലായിരുന്നു ഈ സ്കാം നടന്നത്. പൈസ പോയിരിക്കുന്നത് എൻ്റെ ബ്രദറിൻ്റെതാണ്. സംഭവം നടക്കുന്നത് മിനിഞ്ഞാന്ന് വൈകുന്നേരം 3 മണിക്കാണ്. അപ്പോൾ സംഭവം എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ, ആൾ ഫുഡ് കഴിക്കാൻ വീട്ടിൽ വരുന്നു. അപ്പോൾ ഫോൺ അവിടെ വെച്ച് ഫുഡ് കഴിക്കുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഫോൺ എടുത്ത് നോക്കുന്നത്. അപ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫോൺ സ്വിച്ച് ഓൺ ആക്കുന്നു. സ്വിച്ച് ഓൺ ആക്കുമ്പോഴേക്കും കാണുന്നത് ഈ ഫോണിലെ മുഴുവൻ ഡാറ്റയും നഷ്ടപ്പെട്ടിരിക്കുന്നു. അതായത് ഒരു ആപ്ലിക്കേഷനും ഇല്ല, ഒരു കോൺടാക്ട്സും ഇല്ല. അതായത് ഒരു പുതിയ ഫോൺ വാങ്ങിയാൽ എങ്ങനെ ഇരിക്കുമോ അങ്ങനെയാണ് ആ ഫോൺ ഉണ്ടായിരുന്നത്. ശേഷം ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഗൂഗിൾ പേയും ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പോൾ ഗൂഗിൾ പേയിൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ കാര്യം മനസ്സിലായത്. അതായത് 3 മണിക്ക് ആളുടെ അക്കൗണ്ടിലേക്ക് 19,000 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 3/6-ന് 60,000 രൂപ ആളുടെ അക്കൗണ്ടിൽ നിന്ന് ആരോ പിൻവലിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും 3/8 ആകുമ്പോഴേക്ക് 35,000 രൂപ വീണ്ടും ആളുടെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കിയപ്പോഴാണ് അറിയുന്നത്. ഉടനെ തന്നെ സൈബർ സെല്ലിലും പോലീസ് സ്റ്റേഷനിലും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ സൈബർ സെല്ലിൽ നിന്നുള്ള വിവരത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഈ 60,000 രൂപ പോയിരിക്കുന്നത് UP-യിലെ അക്കൗണ്ടിലേക്കാണ്. അതുപോലെ രണ്ടാമത്തെ 35,000 രൂപ പോയിരിക്കുന്നത് ജയ്പൂരിലെ അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും പോയ പൈസ തിരിച്ച് കിട്ടണമെന്ന് യാതൊരു ഉറപ്പുമില്ല. അതായത് ഒന്നും ചെയ്യാതെയാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിരിക്കുന്നത്. നമ്മൾ ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്തിട്ടില്ല, OTP ഷെയർ ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. തനിയെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവുക. അപ്പോൾ എന്ത് തരം സ്കാമാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇങ്ങനെയും പല സ്കാമുകളും നടക്കുന്നുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാനും ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ബൈ.